നമസ്കാരം. 2 ദിവസം മുമ്പ് കണ്ണൂർ കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ വളരെ കൗതുകമുണർത്തുന്ന ഒരു സംഭവമുണ്ടായി. ആ സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നത് തികച്ചും തെറ്റായ രീതിയിലാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് കൃത്യമായ ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്കനുസരിച്ച് മാത്രമേ അവർ വാർത്ത കൊടുക്കൂ. നിങ്ങളിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ഗണഗീതം കണ്ണാടിപ്പറമ്പെന്ന്. നമ്മുടെ പത്രങ്ങളിലെല്ലാം വന്നിരിക്കുന്ന വാർത്തകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും ഓൺലൈനിൽ. ഈ വാർത്തകളിലൊക്കെ പറയുന്നത് കണ്ണൂർ കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു. പ്രതിഷ്ഠാദിന ഉത്സവമാണ്, പതിവായി നടക്കുന്ന ഉത്സവമാണ്. ആ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ഗാനമേള തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഗാനമേള സംഘം വന്ന് അവതരിപ്പിച്ചിരുന്നു. ആ ഗാനമേളയ്ക്കിടയിൽ ഗണഗീതം പാടി, അതായത് RSSൻ്റെ ഗാനമായ ഗണഗീതം പാടി ഭക്തർ ഇളകി. ഈ DYFIക്കാരുടെ നേതൃത്വത്തിൽ ഭക്തർ ഗാനമേള തടസ്സപ്പെടുത്തി. അതുകൊണ്ട് ഗാനമേള സംഘത്തിന് പാട്ട് നിർത്തേണ്ടി വന്നു എന്നാണ് നമ്മൾ വാർത്ത കാണുന്നത്. എല്ലാ പത്രവും എടുത്തു നോക്കുക, ഓൺലൈനിൽ നോക്കിയാൽ ഒട്ടുമിക്കപ്പോൾ, ഞാൻ ആകപ്പാടെ ഓൺലൈനിൽ നോക്കിയപ്പോൾ മനോരമ മാത്രമാണ് കുറച്ച് വ്യത്യസ്തമായി കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഗണഗീതം പാടി നാട്ടുകാർ തടസ്സപ്പെടുത്തി എന്ന തരത്തിലാണ്. വാസ്തവത്തിൽ അതാണോ സംഭവിച്ചത്? അല്ല, അങ്ങനെയല്ല സംഭവിച്ചത്. സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ ആ വീഡിയോയിലൂടെ ആദ്യം കാണുക. നോക്കൂ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതിയത് എന്താണ്? ഇതാണ് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനം. സംഭവിക്കുന്നതല്ല അവർ പറയുന്നത്, അവർക്ക് താല്പര്യമുള്ളതാണ്. അത് കേവലം ഗണഗീതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ എതിർക്കുന്ന ഒരു വിഷയം വന്നാൽ അവർ ആവേശത്തോടെ കാണിക്കും. അതിന് വിപരീതമായി ഒരു വാർത്ത വന്നാൽ അവർ അത് ഗൗനിക്കത്തേയില്ല. ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചൊരു കാര്യം, ഫെനി നൈനാൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സുഹൃത്ത്, അയാളെ പ്രതി ചേർക്കുന്നു എന്ന തരത്തിലാണ് വാർത്ത വന്നത് രണ്ടാമത്തെ പീഡന കേസിൽ. കാരണം രണ്ടാമത്തെ പീഡന കേസിൽ ഇരയെയും പീഡകനായ രാഹുൽ മാങ്കൂട്ടത്തെയും ഹോം സ്റ്റേയിലേക്ക് പീഡിപ്പിക്കാൻ കൊണ്ടുപോയത് ഈ പറയുന്ന ഫെനി നൈനാൻ അയാളുടെ കാറിലാണ് എന്ന് വാർത്ത പുറത്തേക്ക് വരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സകല ചാനലുകളും ഫെനി പ്രതിയാണ് എന്ന തരത്തിൽ വാർത്ത വരുന്നു. ഫെനി മുങ്ങി എന്നായിരുന്നു വാർത്ത. വാസ്തവത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഫെനി മുങ്ങിയിട്ടിൽ അവിടെ തന്നെയുണ്ട്. ഫെനി തെരഞ്ഞെടുപ്പ് തോറ്റുമ്പോൾ ഈ പ്രചരണമൊക്കെ കാരണം. പിന്നെ എന്താ സംഭവിച്ചത്?
ഫെനിയെ പ്രതി പോലും ചേർത്തില്ല. എന്നാൽ ഈ പ്രതി ചേർത്തില്ല എന്നതും ഫെനി മുങ്ങിയില്ല എന്നതും ഈ വാർത്തയിൽ ഒരിടത്തും വന്നില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കേസെടുത്തു എന്ന തരത്തിലായിരുന്നു പ്രചരണം. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീനയുടെ ഇൻ്റർവ്യൂ എടുത്തു. മറുനാടൻ സ്പെഷ്യലായി ഇൻ്റർവ്യൂ വിശദമായി കിടപ്പുണ്ട്. ഏതാണ് 1.25 മണിക്കൂറുള്ള ഇൻ്റർവ്യൂ ആണ്. ശ്രീനാദേവി പറഞ്ഞു ശ്രീനാദേവിക്കെതിരെ പരാതിയുണ്ട്, കേസെടുക്കുന്നു എന്ന് വാർത്ത കണ്ടു. ശ്രീനാദേവിയും പരാതി കൊടുത്തു, പക്ഷെ ഒന്നും കേട്ടിട്ടില്ല, ഒരു കേസും എടുത്തിട്ടില്ല, ആരും വിളിച്ചിട്ടുമില്ല. എന്നാൽ ഈ വാർത്തയൊന്നും ആരും കൊടുക്കില്ല. ഇത് തന്നെയാണ് പ്രത്യേകിച്ച് ഹിന്ദു വിഷയങ്ങൾ വരുമ്പോൾ ആ ഹിന്ദു വിഷയങ്ങളിൽ ഹിന്ദു വിശ്വാസികളെ RSSന്റെ ലേബലിൽ അപമാനിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അവരെ പരിഹസിക്കുന്ന തരത്തിലും വ്രണപ്പെടുത്തുന്ന തരത്തിൽ. തിരിച്ചാണെങ്കിൽ ന്യൂനപക്ഷ മതങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരുന്നതും. അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലായിരിക്കും വരുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ വിചിത്രമായൊരു പ്രതിഭാസമാണിത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗണഗീതം പാടുന്നു. ഗണഗീതം പാടുമ്പോൾ ആദ്യം ഒരു തടസ്സവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു DYFIക്കാരനെ ചൊറിച്ചിൽ കയറുന്നു. അവൻ സ്റ്റേജിൽ കയറി പ്രധാന പാട്ടുകാരൻ്റെ ചെവിയിൽ പറയുന്നു നിർത്തണമെന്ന്. അയാൾ കേട്ടു എന്നല്ലാതെ കേട്ടതായി ഭാവിച്ചില്ല. പാട്ട് തുടർന്നു. പിന്നെയും 2-3 പേർ വരുന്നു. ഈ സമയത്ത് പാട്ട് പാടുന്ന പാട്ടുകാരി ഈ പാട്ടുകാരനോട് ചോദിക്കുന്നുണ്ട്. അയാൾ കണ്ണടച്ച് കാണിച്ചു പാടിക്കോളാൻ പറയുന്നു. അവരും വന്നു. അവരടുത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇപ്പം ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന രീതിയിൽ നിൽക്കുകയാണ്. ഈ പാട്ടുകാരനോ സ്റ്റേജിൽ സംഗീതോപകരണം വായിക്കുന്ന ആർക്കുമോ ഒരു കുലുക്കവുമില്ല. അവർ പാട്ട് തുടരുന്നു. ഓർക്കണം, ഈ പാട്ട് ഏതെങ്കിലും വരി അവസാനിപ്പിക്കുമ്പോൾ പറയുക എന്ന ലക്ഷ്യം മാത്രമല്ല, പേടിപ്പിക്കുന്ന ലക്ഷ്യമുണ്ടായിരുന്നു. എന്നിട്ട് അവർ ചേർന്ന് നിൽക്കുന്നു. ഇപ്പം ഞങ്ങൾ നിർത്തിക്കളയും എന്ന തരത്തിൽ നിൽക്കുന്നു. അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷേ പാട്ടിനൊരു തടസ്സവും വന്നില്ല. പാട്ട് കൃത്യമായി മുമ്പോട്ട് പോയി. ഒടുവിൽ എന്തു സംഭവിച്ചു? സംഘാടകർ അങ്ങോട്ട് കയറി ചെന്നു, പ്രത്യേകിച്ച് RSSകാർ. കാരണം അവിടെ RSS BJPക്ക് സ്വാധീനമുള്ള ഇടമാണ്. ആ ക്ഷേത്ര കമ്മിറ്റിയിൽ ഭൂരിഭാഗം പേരും RSS BJPക്കാരാണ്. അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുത്തൻ വിട്ടുപോയി. പിന്നെ ഒരാൾ മാത്രമേ ഉള്ളൂ മുണ്ടും മടക്കി കുത്തി നിൽക്കുന്നത്. അവനെ ഉന്തി താഴോട്ടിടുന്നു, പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. പിന്നെ എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. നമ്മൾ കണ്ടത് ആ സ്റ്റേജിൽ വെച്ച് ഉന്തി താഴോട്ടിടുന്നു. അത്രയും മതി ഒരു അടിയുണ്ടാവാൻ. എവിടെയെങ്കിലും ഇത്തരത്തിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നിടത്ത് ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ചെറിയൊരു പ്രകോപനം മതി അത് അടിമാറാൻ. ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് മുന്തിത്തള്ളി പുറത്തേക്ക് ഇട്ടാൽ വെറുതെ കൊണ്ടുപോകല്ല, സ്നേഹത്തോടെ കൊണ്ടുപോകല്ല. സ്നേഹത്തോടെ കൊണ്ടുപോയാൽ പോലും സംഘർഷമുണ്ടാവും. ഉന്തിയിടുക ചെയ്ത്. ഉന്തിയിട്ടവനെ പിന്നെ നമ്മൾ കണ്ടില്ല, വീഡിയോ ദൃശ്യം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചു കാണും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ DYFIയും CPMകാരും ഇന്നലെ അവിടെ വലിയ പ്രകടനവും പ്രതിഷേധവും നടത്തി എന്നത് മാത്രം കണ്ടാൽ മതി. എന്ന് വെച്ചാൽ നന്നായി കൈകാര്യം ചെയ്തു എന്നർത്ഥം. അല്ലെങ്കിൽ CPMകാരും DYFIക്കാരും പ്രകടനം നടത്തില്ലല്ലോ. ഇത് എന്തിൻ്റെ സൂചനയാണ്? മാധ്യമങ്ങൾ എന്ത് കള്ളം പറഞ്ഞാലും, മാധ്യമങ്ങൾ ഏതെല്ലാം തരത്തിൽ സത്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ വേണ്ടതുപോലെ പ്രതികരിച്ചു തുടങ്ങിയെന്നതാണ്. ഇതായിരിക്കും ഇനി ഒരുപക്ഷെ CPMൻ്റെ ഭാവി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതുവരെ CPM ഭയം സൃഷ്ടിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു. ആളുകൾക്കിടയിൽ ഭയം സൃഷ്ടിക്കും. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ജില്ലകളിൽ അവിടെ ക്ഷേത്രങ്ങളുടെ ഭരണം ഇവരുടെ കൈവശമായിരുന്നു. മിക്ക ക്ഷേത്രങ്ങളും CPMൻ്റെ നിയന്ത്രണത്തിലാണ്. ഓർക്കണം, ലവലേശം ഭക്തിയില്ലാത്ത കൂട്ടരാണിവർ. അവരാണ് ഈ ക്ഷേത്രഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. ക്ഷേത്രഭരണ സമിതിയുടെ ചുമതലക്കാരവരാണ്. അത് തന്നെയാണ് പലപ്പോഴും ഈ ഹിന്ദു വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടാൻ കാരണം. വിശ്വാസമില്ലാത്തവർ ക്ഷേത്രഭരണം നടത്തിയാൽ അവർക്ക് ഭഗവാനെ പേടിയില്ല. കഴിഞ്ഞ ദിവസം മറുനാടൻ സ്പെഷ്യലിന് വേണ്ടി ഞാൻ ജോസഫ് വാഴക്കൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. വാഴക്കൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ ശ്രദ്ധേയമായൊരു പോയിന്റ്. ഇതുപോലെ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലും പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളി അപ്പഴേ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ സ്വപ്നത്തെ വിചാരിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പം ഈ പല നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്നുണ്ട് പിന്നെ നമ്മൾ പൈസ എറിഞ്ഞു കൊടുക്കുന്ന ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വല്ലതും വീണാൽ ധർമ്മക്കാർ പോലും അത് കിട്ടിയ പോക്കലിടിയല്ല, അങ്ങോട്ട് ഇടുക. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട, അതും പാർട്ടിയുടെയൊക്കെ ഉന്നത നേതാക്കന്മാർ, CPMൻ്റെ പ്രമുഖ നേതാക്കന്മാർ, അവരുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർ എന്തായാലും അവർക്ക് വിശ്വാസമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ അവരെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അയ്യപ്പൻ്റെയും ആ വസ്തുവകകളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതിന് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയില്ല. അതിനകത്ത് ഇത്രയും വലിയ ഒരു മാൽ പ്രാക്ടീസ് നടത്തി കളയുമെന്നുള്ളത് സ്വപ്നത്തിൽ വിചാരിച്ചത്. അത് അവരെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒരു പാർട്ടിക്കാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. കാരണം ഇവർക്കൊരു വിശ്വാസമില്ല. ഇവരൊക്കെ കയറി അന്ന് മുതൽ ഇവൻ്റെയൊക്കെ കണ്ണ് ഇവിടെയുള്ള വിലപിടിപ്പുള്ളതും അങ്ങനെയുള്ള വസ്തുവകകളിലൊക്കെ ആയിരുന്നു ഇവൻ്റെയൊക്കെ കണ്ണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ വിശദമായി നിങ്ങൾക്ക് മറുനാടൻ സ്പെഷ്യൽ പോയി കാണാം. ഭിക്ഷക്കാർ പോലും ഭണ്ഡാരത്തിന് പുറത്ത് കിടക്കുന്ന പണം എടുത്ത് തിരിച്ചെടുത്തേ ഉള്ളൂ, അത് കൊണ്ടുപോവില്ല. അത്ര പേടിയാണ്. കാരണം എല്ലാവർക്കും പേടിയുണ്ട്. വിശ്വാസമുള്ളവർക്ക് ദൈവത്തെ പേടിയാണ്. മനുഷ്യനെ പേടിയില്ലെങ്കിൽ ദൈവത്തെ പേടിയാണ്. എന്നാൽ ദൈവത്തെ പോലും ഇവർക്ക് പേടിയില്ല. കാരണം ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലല്ലേ ദൈവത്തെ പേടിക്കൂ. പക്ഷേ ജനങ്ങൾ അവിടെ എത്തുന്നത് കൊണ്ട് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ വേണമെന്ന് വാശിക്ക് CPM കഴിഞ്ഞ് കുറേ കാലമായി
ക്ഷേത്രഭരണം പിടിച്ചടക്കി വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥ ഭക്തർ BJPയുടെയും RSSൻ്റെയും പിന്തുണയോടെ ക്ഷേത്രങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അവിടെ ഇവരുടെ അഭ്യാസം നടക്കില്ല. ആ അഭ്യാസം നടക്കാതെ വരുമ്പോൾ ഇത്തരം അലമ്പുണ്ടാക്കുന്നവർക്ക് തല്ല് കിട്ടുന്ന സാഹചര്യം രൂപപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, ആ കാര്യം കൂടി ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പർട്ടിക്കുലർ ഗണഗീതത്തെ എന്തിനാണ് CPM ഇങ്ങനെ ഭയക്കുന്നത്? ഗണഗീതം എന്ന് പറയുന്നത് RSSൻ്റെ പാട്ടാണ്. RSSകാർ അവരുടെ ശാഖയിൽ ഒരുമിച്ച് വട്ടം കൂടിയിരുന്ന് പാടുന്ന പാട്ടാണ്. നൂറുകണക്കിന് ഗണഗീതങ്ങളുണ്ട്. അത് പലതും ഹിന്ദിയിലാണ്, പലതും മറ്റു ഭാഷകളിലാണ്, പലരും സൃഷ്ടിച്ചെടുക്കുന്ന, പലതും രചിക്കപ്പെടുന്ന പോലുമില്ല. ഒരു ശാഖയിൽ പാട്ട് എഴുതാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അയാളൊരു പാട്ട് എഴുതിയാൽ ആ ശാഖയിലെ ഗണഗീതമായി അത് ആഘോഷിക്കപ്പെടുകയാണ്. അത് പെട്ടെന്ന് പ്രസിദ്ധി നേടിയാൽ മറ്റുള്ളവർ എടുക്കും. ഗണഗീതത്തിന് അങ്ങനെ കൃത്യമായൊരു രൂപമൊന്നുമില്ല. ആ ഗണഗീതങ്ങളിൽ പലതും RSSനെയും സംഘജീവിതത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന തരത്തിൽ, സ്തുതിക്കുന്ന തരത്തിലുള്ളതാണ്. ഒപ്പം രാഷ്ട്രസ്നേഹമുണ്ട്. എന്നാൽ പരമപവിത്രമാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന ഈ ഗണഗീതം മാത്രം എന്തുകൊണ്ടാണ് ഇത്ര വിവാദമാവും? നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലത്തെ വിവാദങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ കേന്ദ്രബിന്ദുവായി മാറുന്നത് പരമപവിത്രമാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന ഗണഗീതമാണ്. ഈ ഗണഗീതത്തിൽ ഒരിടത്തും RSSനെ കുറിച്ചോ BJPയെ കുറിച്ചോ ഹിന്ദു വിശ്വാസത്തെക്കുറിച്ചോ പോലും പറയുന്നില്ല. ഇത് പറയുന്നത് മുഴുവൻ ഭാരതത്തെക്കുറിച്ചാണ്. ഇത് ദേശഭക്തി ഗാനമാണ്. RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതല്ല. ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും രാജ്യത്തോടുള്ള കൂറും വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഗാനമേളകളിൽ പാടുന്നത്. ഇത് കേവലം RSSൻ്റെ സ്തുതിഗീതമോ RSSൻ്റെ പ്രവർത്തികളെക്കുറിച്ച് പറയുന്നതല്ല. അതിനപ്പുറത്തേക്ക് ഇതൊരു ദേശഭക്തി ഗാനമാണ്. RSSകാർ ദേശഭക്തരായി വളർത്തുന്നു അവരുടെ പ്രവർത്തകരെ, അതിനുവേണ്ടി സൃഷ്ടിച്ചതാണ്. അത് RSSൻ്റെ ഗണഗീതങ്ങളിൽ പെടും എന്നതുകൊണ്ട് ഇത്രയും ഭയക്കേണ്ടതുണ്ടോ? ഞാൻ ആ വരികൾ വായിച്ച് കേൾപ്പിക്കാം. പാടാൻ അറിയാത്തതുകൊണ്ട് വായിച്ച് കേൾപ്പിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ വരികളിൽ എവിടെയാണ് ആശങ്കപ്പെടാനുള്ളത്? പരമപവിത്രമാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. ഭഗത് സിംഗും ഝാൻസിയും ഇവിടെ പ്രഭാതഭേരി മുഴക്കുന്നു. ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു. രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു. ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിയിടുന്നു. അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും ഒറ്റമുട്ടും വാടിക്കൊഴിഞ്ഞു വീഴീര. അവരുടെ ധന്യാത്മാവേ വിരാമം തഴുകിയിടും നീ ആരാമം. ഇവിടെ വരൂ ഈ കാറ്റൊന്നേൽക്കൂ, ഇവിടെ ഭാരതമുണരുന്നു. ഇതാണ് വരി, പാട്ടല്ല, ഇതാണ് വരികൾ. ഇതിലേത് വരിയാണ് ഈ കമ്മിക്കൂട്ടങ്ങളെ വിറൽ പിടിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്നത്? ദേശഭക്തി ഗാനം കേൾക്കുമ്പോൾ, ഭാരതാംബയെ പുകഴ്ത്തുമ്പോൾ എന്തിനാണ് ഇവർ വിറൽ പിടിക്കുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് ഇവർ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നത്? പക്ഷെ അതൊക്കെ പഴയ കാലം. ഇന്ന് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. കമ്മിക്കൂട്ടങ്ങളൊക്കെ അവരുടെ നാട്ടിൽ തല്ലുകൊള്ളുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരെ തല്ലിയും ഭയപ്പെടുത്തിയും ഒക്കെ അധികാരം നിലനിർത്തുമെന്നുള്ള അവരുടെ മോഹം അവസാനിച്ചിരിക്കുന്നു.